സജ്ജനങ്ങളെ, വിജയദശമിക്ക് ശേഷം രക്ഷപ്പെടുന്ന ഭാഗ്യനക്ഷത്രങ്ങളാണ് ഒക്ടോബർ 2 മുതൽ 2025 ഒക്ടോബർ 2 മുതൽ 2026 ഒക്ടോബർ 2 വരെ ഇവരുടെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന രാശിമാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത്. ഇവരുടെ യോഗം തെളിഞ്ഞ സമയമാണ്. ഇവർ നിങ്ങളുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും നിങ്ങളുടെ വീട്ടിലെ ഓരോരുത്തർക്കും ഭയങ്കരമായിട്ടുള്ള ഉയർച്ച ഉണ്ടാകുന്ന സമയമാണ്. ഇവരെ കൊണ്ടും ഇവരുടെ ആ ഒരു നക്ഷത്രത്തിൻ്റെ പ്രഭാവം കൊണ്ടും നിങ്ങൾക്കൊക്കെ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. അപ്പോൾ കുറച്ച് ദോഷ സമയമുള്ള ആൾക്കാരുണ്ടെങ്കിൽ പോലും ആ കുടുംബത്തിന് ഭയങ്കര ഐശ്വര്യവും സമാധാനവും സന്തോഷമൊക്കെ വരും. ഈ നക്ഷത്രക്കാർ ഇന്ന് വരെ അനുഭവിച്ചിരുന്ന ദുരിതങ്ങളും ദോഷങ്ങളൊക്കെ ഇവരിൽ നിന്ന് വിട്ടകന്ന് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരാൻ പോവുകയാണ്. ഇവർക്ക് ഒരു വലിയ വലിയ വിജയങ്ങളിലേക്കും അതുപോലെ തന്നെ ചെയ്യുന്ന പ്രവൃത്തിയൊക്കെ വളരെ വലിയൊരു രീതിയിലേക്ക് മാറുകയാണ്. ഒന്നാമതായിട്ട് മിഥുനം രാശിയാണ്. ഇവിടെ മകയിരത്തിലര, തിരുവാതിര, പുണർതത്തിക്കാല് ഇവരുടെ കാര്യങ്ങളൊന്നും തന്നെ നടക്കാതെ പോയിരുന്ന ഒരവസ്ഥയിൽ നിന്ന് സമാധാനം ഇല്ലായ്മ, അതുപോലെ തന്നെ ആത്മവിശ്വാസം ഇല്ലായ്മ, ഇതൊക്കെ മാറി ഇവരുടെ ജീവിതത്തിൽ തൊഴിൽപരമായിട്ടുള്ള ഉയർച്ച, പുതിയ സംരംഭങ്ങൾ തുടങ്ങാനുള്ള ഒരു യോഗം, അതിനുള്ള പണം വരുന്ന വഴി മാറി വരിക, മാനസിക ഉല്ലാസം, സമാധാനം വന്നു ചേരുക, കാര്യപ്രാപ്തി ഉണ്ടാകുക, എന്ത് കാര്യവും ചെയ്യാനായിട്ട് ഇവർ മുന്നിട്ടിറങ്ങുന്നൊരു സമയം, സന്തോഷം വന്നു ചേരുക. ഇവരെ കണ്ടുകൊണ്ട് കുറേയധികം ആൾക്കാർ ഇവരുടെ പുറകിലുണ്ട്. ഇതിനു മുമ്പ് ഇവരിൽ നിന്നൊക്കെ അകന്നു പോയ ആൾക്കാരെല്ലാവരും ഇവരിലേക്ക് തിരിച്ചു വരും. അപ്പോൾ അവരെയൊക്കെ ഒന്ന് ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുക. രണ്ടാമതായിട്ട് വരുന്ന ചിങ്ങൻ രാശിയാണ്. മകം, പൂരം, ഉത്രത്തിൽ, കാല്. ശനിദോഷം കൊണ്ടാണ് ഇവരുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നത് വെച്ചത്. ഈ ശനിയുടെ അപഹാരം കുറഞ്ഞ് ഇവർ ശനി സമയത്ത് നമ്മൾ വരിഞ്ഞു മുറുക്കി കെട്ടിയിട്ടിരിക്കുന്ന അവസ്ഥയായിരിക്കും. ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, ഒന്നിനും ഒരു ഉത്സാഹമില്ലാത്ത അവസ്ഥയൊക്കെ ആയിരുന്നു. ആ അവസ്ഥയിൽ നിന്ന് സാമ്പത്തിക മാനസിക പുരോഗതി, രാജാവിനെ പോലെ ജീവിക്കേണ്ട സമയത്ത് ദരിദ്രനെ പോലെ ജീവിച്ചിരുന്ന ആ കാലഘട്ടം മാറി ഇവർ ഇനിയിപ്പോൾ രാജാവായിട്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് പോവുകയാണ്. അടുത്തത് വരുന്ന തുലാം രാശിയാണ്. ചിത്തിര, ചോതി, വിശാഖ ഈ 3 നക്ഷത്രങ്ങളാണ് തുലാം രാശിയിൽ വരുന്നത്. ഇവരുടെ ജീവിതം കെട്ടിയിട്ട ഒരു പശുവിനെ പോലെ ഒരു കുറ്റിയിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നും ഉയരണമെന്നും ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്ന നക്ഷത്രക്കാരാണ്. പക്ഷേ ഇവരുടെ കാലിൽ ബന്ധിച്ച് ഇട്ടിരുന്നത് പോലെയാണ്. ഇനിയിപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച, മാനസികമായിട്ടുള്ള ഒരു സ്റ്റേണായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാകുക, വിദേശവാസ യോഗം, കോടതിയിലുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ ഇവർക്ക് അനുകൂലമായിട്ട് വിധി വരിക, കിട്ടാതെ കിടന്നിരുന്ന പണമൊക്കെ തിരിച്ചു കിട്ടുക, മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളിലും പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് പോകും, പണം പല വഴികളിലൂടെ വന്നു ചേരും. അതോടുകൂടി ഇവരുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. അടുത്തത് കുംഭൻ രാശിയാണ്. കുംഭൻ രാശി കുടം പോലെ എന്നാണ്, നിറഞ്ഞ് നിറഞ്ഞ് നിറഞ്ഞു വരും. അതിനകത്ത് അവിട്ടത്തിൽ അര, ചതയം, പൂരുട്ടാതി നക്ഷത്രങ്ങളാണ്. ശനിയുടെ അപഹാരം കൊണ്ട് ഇവർ വലിയ പ്രശ്നങ്ങളിലൊക്കെ പെട്ട് എന്ത് ചെയ്താലും മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഭയമായിരുന്നു. ഭയം കൊണ്ട് തന്നെ ഇവർക്കൊന്നും തന്നെ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, എന്ത് ചെയ്താലും തോറ്റു പോകുമെന്നുള്ള പേടിയൊക്കെ ഉണ്ടായിരുന്നു. കുടുംബ ബന്ധങ്ങളിലൊക്കെ വിള്ളലുകളൊക്കെ ഉണ്ടായിരുന്ന സമയം അതൊക്കെ മാറി ഭാര്യ ഭർത്താക്കന്മാരൊക്കെ ഒന്നിച്ച് ജീവിക്കാനും, ട്രേഡിംഗ് മേഖലകളിലൊക്കെ ഒരുപാട് പണം വന്നു ചേരാനും, കച്ചവടത്തിലൂടെയൊക്കെ ഒരുപാട് പണസമ്പാദനങ്ങളൊക്കെ എത്തിച്ചേരാനുള്ള ഒരു വലിയ സമയത്തിലേക്കാണ് ഇവരുടെ ജീവിതവും പോകുന്നത്. ഇവർ മൂലം ഇവരുടെ കുടുംബങ്ങളിൽ ഉണ്ടായിരുന്ന വിള്ളലുകളൊക്കെ മാറി ജീവിതത്തിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയൊക്കെ ഇവരെ തേടിയെത്തുകയാണ്. ഇവർ ഓരോ നിമിഷവും ഉയർച്ചയുടെ പാതയിലാണ്. അപ്പോൾ ആ നക്ഷത്രങ്ങൾ വളരെ വലിയ രീതിയിലേക്ക് ഉയർന്നു പോകും. മേടൻ രാശിയാണ്. അശ്വതി, ഭരണി, കാർത്തിക ഈ 3 നക്ഷത്രങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഇവർ മാറുകയാണ്. ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായ ഒരു അവസ്ഥയിലേക്ക് ഇവർ തിരിച്ചു വരുവാണ്. മാനസികമായിട്ടുള്ള ഒരു സമാധാനം തന്നെ ഇവർക്കിപ്പം എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ജീവിതം അസ്വസ്ഥതകളൊക്കെ മാറി. സാമ്പത്തികപരമായിട്ടുള്ള വരവുണ്ടായിരുന്നെങ്കിലും അത് ചിലവ് കൂടുതലായിരുന്നു. ഇനി ഇപ്പം മിച്ച ബഡ്ജറ്റിലേക്ക് മാറും. സാമ്പത്തികം ഇവരുടെ പേഴ്സിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറും. ചിലവുകൾ നിയന്ത്രിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്ന ഒരവസ്ഥ. ഉല്ലാസയാത്രകൾ പോവുക, കൂട്ടുകാരുമൊക്കെ ആയിട്ട് വലിയ വലിയ ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുക. തന്മൂലം ഇവർക്ക് വിദേശവാസ യോഗവും വിദേശത്തൊക്കെ ടൂറ് പോകാനും ലോട്ടറി ഭാഗ്യമൊക്കെ ലഭിക്കാനും ഉള്ള ഒരു സമയം കൂടിയാണ്. ഈ ഒരു അവസരം
നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ഓരോരുത്തരും ഈ 5 രാശിയിൽ വരുന്ന ആൾക്കാരും ഈ ദൈവസന്നിധിയിൽ എപ്പോഴും ബന്ധപ്പെട്ട് നിൽക്കുക, ക്ഷേത്രങ്ങളൊക്കെ വിസിറ്റ് ചെയ്യുക. സാമ്പത്തികമൊക്കെ വരുമ്പോൾ സമയമില്ലാത്തൊരവസ്ഥയിലേക്ക് പോകരുത്. അതോടെ തന്നെ പ്രവർത്തന മേഖലയിൽ ഒന്നുകൂടി ജാഗരൂകരായിരിക്കണം. ഒന്നും ചെയ്യാതെ പണം വരില്ല. നിങ്ങൾ കൂടുതൽ കൂടുതൽ അധ്വാനിക്കുക. അധ്വാനത്തിൻ്റെ ഫലം ദൈവം നിങ്ങൾക്ക് കൈ നിറച്ച് കൊണ്ടുവന്ന് തരും. ഈ കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, ഈ നക്ഷത്രക്കാരാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, നമ്മുടെ വീഡിയോയുടെ കാര്യങ്ങളൊക്കെ സത്യസന്ധമായിട്ടാണ് പോകുന്നത്. കമൻറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യുക. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. സന്തോഷകരമായി